ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം GD ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക. അപ്പം ഇന്ന് സയൻസ് ക്ലാസ്സാണ്. അപ്പോൾ സയൻസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് യൂറിനറി സിസ്റ്റം. നമ്മുടെ യൂറിനറി സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്രിയേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗം അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. യൂറിത്ര, യൂറിറ്റേഴ്സ്, ബ്രോങ്കെ അതോ ബ്ലാഡർ. ബ്ലാഡർ എന്ന് പറയുമ്പോൾ യൂറിനറി ബ്ലാഡർ. അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ എക്സ്ക്രിയേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തത്? നമ്മൾ എക്സ്ക്രിയേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റം പഠിക്കുമ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ പാർട്സ് ആണുള്ളത്? ഇത് നമ്മുടെ കിഡ്നി, അതേപോലെ ട്യൂബ്, യൂറിനറി ബ്ലാഡർ, പിന്നെ ഇവിടെ ഒരു എൻഡ് പോർഷൻ. ഓക്കെ, ഇത് കിഡ്നി, ഇതെന്താണ് ഈ വരുന്നത്? ഇതിൽ ഈ കിഡ്നിയിൽ യൂറിൻ ഫോം ആവുന്നുണ്ട്. ആ യൂറിൻ വരുന്ന ട്യൂബ് എന്ന് പറയുന്നത് യൂറിറ്റർ ആണ്, യൂറിറ്റർ. അതുപോലെ ഈ ഒരു പാർട്ട് എന്താണ്? ഇത് യൂറിനറി ബ്ലാഡർ ആണ്, ഇത് നമ്മുടെ ബ്ലാഡർ ആണ്. അതുപോലെ എൻഡ് പോർഷൻ എന്താണ്? യൂറിത്രയാണ്, യൂറിത്ര. അപ്പം ഒരു പേര് കിഡ്നി, ഒരു പേര് യൂറിറ്റർ, ഒരു യൂറിനറി ബ്ലാഡറും ഒരു യൂറിത്രയാണ് എന്തിൻ്റെ പാർട്ടായിട്ടുള്ളത്? എക്സ്ക്രിയേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കി, ഇതിലല്ലാത്ത ഒരാൾ കൊടുത്തേക്കുന്നത് ആരാണ്? ബ്രോങ്കെയാണ്. അപ്പോൾ ബ്രോങ്കെ എന്ന് പറയുന്നത് ഏതിൻ്റെ പാർട്ടല്ല? നമ്മുടെ യൂറിനറി സിസ്റ്റത്തിൻ്റെ പാർട്ടേ അല്ല. ബ്രോങ്കെ എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ആരെന്ന് പറയുന്നത്? ബ്രോങ്കേസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് ട്രക്കിയ വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നെയാണ് എന്ത്? നമ്മുടെ ലങ്സ്. നോക്കിയേ, ലങ്സ്. ഈ നമ്മുടെ ഈ ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്? വിൻഡ് പൈപ്പ്. ഇതാ ഈ ഒരു പൈപ്പ്, വിൻഡ് പൈപ്പ്. ഈ വിൻഡ് പൈപ്പ് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രോങ്കെ എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ബ്രോങ്കെ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ആരാണ്? ബ്രോങ്കെയാണ്. ബാക്കി യൂറിറ്ററും യൂറിത്രയും ബ്ലാഡറും എല്ലാം ഏതിൻ്റെ പാർട്ടാണ്? എക്സ്ക്രിയേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the area of the human tongue sensitive to bitterness is restricted to. ബിറ്റർനെസ് എന്ന് പറയുമ്പോൾ കയ്പ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് ടങ്ങിലെ ഏതൊരു പോർഷനിലാണ്? ഇതാണ് ടങ്. നമ്മുടെ ഈ ഒരു ആൻറ്റീരിയർ പോർഷൻ ഉണ്ട്, പിന്നെ സൈഡിൽ വരുന്ന ഒരു പാർട്ടുണ്ട്, അതേപോലെ ഇതാണ് ഈ സൈഡ്, പിന്നെ ഉൾഭാഗം പോസ്റ്റീരിയർ പോർഷൻ എന്ന് നമുക്ക് പറയാം. ഇത് മിഡിൽ. ഓക്കെ, നമുക്ക് ഈ നാവിൻ്റെ ഏറ്റവും ഈ ഒരു ടിപ്പ്, തുമ്പ്, ആ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഏത് ടേസ്റ്റാണ് അറിയപ്പെടുന്നത്? നമുക്ക് സ്വീറ്റ്നെസ്, മധുരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഈ നമ്മുടെ നാക്കിൻ്റെ സൈഡ് വശങ്ങൾ വെച്ചിട്ടാണെങ്കിലോ സോൾട്ടാണ്, നമുക്ക് ഉപ്പാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അറിയാൻ പറ്റുന്നത്. അതേപോലെ സോൾട്ടും സോറും നമുക്ക് പുളിപ്പും അറിയാൻ പറ്റുന്നത് എവിടെയാണ്? സൈഡ് പോർഷൻസ് വെച്ചിട്ടാണ്. ഇനി അങ്ങ് പോസ്റ്റീരിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉൾഭാഗം, ആ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഏതാണ്? ബിറ്റർനെസ് ആണ്. അപ്പോൾ ഇത് നോക്കി, ബിറ്റർനെസ് അറിയാൻ പറ്റുന്ന പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? പോസ്റ്റീരിയർ പോർഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ബിറ്റർനെസ് അറിയാൻ പറ്റുന്നത്. ഇനി ടങ് എടുത്തു കഴിഞ്ഞാൽ എന്തോരം സെൻസറി ബഡ്സുകളുണ്ട്? സെൻസറി ബഡ്സ് ഏകദേശം 2000 മുതൽ 8000 എന്തുണ്ട്? 8000 എന്തുണ്ട്? സെൻസറി ബഡ്സ് ഉണ്ട്. നമ്മൾക്ക് എന്ന് വെച്ചാൽ ടേസ്റ്റ് അറിയാൻ വേണ്ടി അത്രയും ബഡ്സ് നമ്മുടെ ടങ്ങിലുണ്ട്. ഏറ്റവും വലിയ ടങ് ഉള്ള ജീവി ഏതാണ്? ഒരു മാമലാണ്. ഏതാണ്? ബ്ലൂ വെയിലാണ് ഏറ്റവും വലിയ ടങ് ഉള്ളത്. ഏകദേശം 2700 കിലോ വരും ഒരു ടങ്ങിന് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 of the following 4 are examples of Coelenterata phylum and therefore form a group.
വിച്ച് ഈസ് ദ വൺ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ പെടാത്തത് എന്ന് പറഞ്ഞാൽ സീലൻഡ്രേറ്റയിലുള്ള 3 പേരെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഒരാളും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ആൾ നമ്മുടെ സീലൻഡ്രേറ്റയിൽ വരുന്ന ആളല്ല. അതാരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. സീ പെൻ, ലിവർ ഫ്ലൂക്ക്, ബ്രെയിൻ കോറൽ, സീ അനിമോൺ. ഈ സീ പെന്നിൻ്റെ വേറൊരു പേരാണ് പെനാറ്റുല എന്ന് പറയുന്നത്. പെനാറ്റുല. ബ്രെയിൻ കോറലിൻ്റെ വേറൊരു പേരാണ് മിയാൻഡ്രിന. മിയാൻഡ്രിന. സീ അനിമോണിൻ്റെ വേറൊരു പേരാണ് അഡാംസിയ. അപ്പോൾ നോക്കിയേ, ഇനി ഇതിൽ ഞാൻ പറഞ്ഞ ഈ 3 പേരും ഏതിൽ വരുന്നതാണ്? സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന ആൾക്കാരാണ്. ഏതെന്ന് പറയുന്നത് പെനാറ്റുലയും മിയാൻഡ്രിനയും അഡാംസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീപെൻ, ബ്രെയിൻ കോറൽ അല്ലെങ്കിൽ സീ അനിമോൺ എന്ന് പറയുന്നത്. ഈ ലിവർ ഫ്ലൂക്ക് ഏതിൽ വരുന്നതല്ല. ലിവർ ഫ്ലൂക്ക് സീലൻഡ്രേറ്റയിൽ വരുന്നതല്ല. അപ്പോൾ ആൻസർ എന്താണ്? ഈ ഗ്രൂപ്പിൽ പെടാത്ത ആൾ ആരാണ്? ലിവർ ഫ്ലൂക്ക് ആണ്. ഇനി ലിവർ ഫ്ലൂക്ക് വരുന്നത് ഏതിലാണ്? പ്ലാറ്റി ഹെൽമിന്തസിലാണ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലാണ് ആര് വരുന്നത്? ലിവർ ഫ്ലൂക്ക് വരുന്നത്. ഇവരെല്ലാം എന്താണ്? ഫ്ലാറ്റ് വേംസ് ആണ്. ഫ്ലാറ്റ് വേംസ് ആണ്. ഇതിന് വേറൊരു എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ടേപ്പ് വേം. ടേപ്പ് വേം ഒക്കെ ഏതിലാണ് വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസിലാണ് വരുന്നത്. അതേപോലെ പ്ലാറ്റി ഹെൽമിന്തസിന് ഒരു ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യാലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞാൽ അവർ ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസ് ആണ്. അവരുടെ ബോഡിയിൽ നോർമലി ഇത്ര എമൗണ്ട് ഓഫ് വാട്ടറും അയോൺസൊക്കെ വേണമെന്നുണ്ട്. അപ്പം ആ ഒരു ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന സെൽസ് ആണ് ആരെന്ന് പറയുന്നത്? ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു വാട്ടർ ബാലൻസും അയൺ ബാലൻസിനെയാണ് നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓസ്മോ റെഗുലേഷനെ സഹായിക്കുന്ന സെൽസാണ് ഫ്ലെയിം സെൽസ്. ഈ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്ന ആരുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്? പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന എക്സാമ്പിളാണ് ലിവർ ഫ്ലൂക്ക്, ടേപ്പ് വേം. ഒരാളെയും കൂടെ ഓർത്തിരിക്കുക, പ്ലാനേറിയ. അപ്പോൾ പ്ലാനേറിയ. ഈ 3 എക്സാമ്പിൾസും ആരുടെയാണ്? പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലത്തിൽ വരുന്നതാണ്. ബാക്കി എല്ലാവരും ഏതിലാണ് വരുന്നത്? സീലൻഡ്രേറ്റയിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹ്യൂമൻ ബോഡി ദ ഫുഡ് പാസസ് ത്രൂ എ കണ്ടിന്യൂസ് കനാൽ വിച്ച് ബിഗിൻസ് അറ്റ് ഒരു അണ്ടർലൈൻ മീൻസ് ഒരു ഡാഷ്, ബിഗിൻസ് അറ്റ് ഡാഷ് ആൻഡ് എൻഡ്സ് അറ്റ് ഏനസ്. ഓക്കെ, ഇവിടെ ഒരു ഡാഷ് ഉണ്ട്. അപ്പം ഹ്യൂമൻ ബോഡിയിൽ ഫുഡ് പാസ് ചെയ്യുന്നത് തുടങ്ങുന്നത് എവിടെ നിന്നും അവസാനിക്കുന്നത് തന്നിട്ടുണ്ട്, ഏനസാണ്. അപ്പോൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ്. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. സ്റ്റൊമക്കാണോ, ബക്കൽ ക്യാവിറ്റി ആണോ, ഫുഡ് ട്യൂബാണോ, റെക്റ്റമാണോ? ഏതാണ്? അറിയാം, ബക്കൽ ക്യാവിറ്റിയാണ്. നമ്മുടെ മൗത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ഫുഡ് പാസ് ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ്? ബക്കൽ ക്യാവിറ്റിയിലാണ്. അതുപോലെ ഇത് ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്? ഇതെല്ലാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അതേപോലെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എവിടെയാണ്? ബക്കൽ ക്യാവിറ്റിയിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബക്കൽ ക്യാവിറ്റിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സലൈവയിൽ എന്തുണ്ട്? സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. സലൈവറി അമിലേസ്. ഈ എൻസൈം എന്തിനെ സഹായിക്കും? നമ്മൾ എടുക്കുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം സ്റ്റാർച്ച്. അതിനൊരു എക്സാമ്പിൾ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ബക്കൽ ക്യാവിറ്റിയിൽ ഒരു കൺവെർഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. അല്ലാതെ ഫാറ്റിനോ പ്രോട്ടീൻ്റെ കൺവെർഷനോ ഒന്നും എവിടെ നടക്കുന്നില്ല? നമ്മുടെ മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ നടക്കുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. സലൈവയിലുള്ള എൻസൈമാണ്. അപ്പം ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ബക്കൽ ക്യാവിറ്റിയിലാണ്. ഓക്കെ അല്ലേ? അതേപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലോങ്കസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഈ ഫുഡ് ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഈസോഫാഗസിനെയാണ് ഫുഡ് ട്യൂബ് എന്ന് പറയുന്നത്. ഇതുവഴി ഫുഡ് എന്ത് ചെയ്യാണ്? പാസ് ചെയ്ത് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് ചെല്ലും. സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ജെ ഷേപ്പിലിരിക്കുന്ന ഓർഗനാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇനി റെക്റ്റം എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും ലാസ്റ്റ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെക്റ്റം എന്ന് പറയുന്നത്. റെക്റ്റം കഴിഞ്ഞാൽ പിന്നെ ഏനസ് ആണുള്ളത്. ആ ഒരു നമ്മുടെ ഏതാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും
ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് റെക്റ്റം. റെക്റ്റം കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഓപ്പണിംഗ് ആണ് ഏതെന്ന് പറയുന്നത് ഏനസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണ് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് യൂണിറ്റ് നോയിസ് പൊല്യൂഷൻ ഈസ് മെഷേർഡ്? നോയിസ് പൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? സെൻറ്റിമീറ്റർ, ഓം, ഡെസിബൽ, ഹെഡ്സ്. ഏത് യൂണിറ്റിലാണ്? ഓക്കെ. തേർഡ് ഓപ്ഷൻ ഡെസിബൽ. ഡെസിബൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ നോയിസ് പൊല്യൂഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഡെസിബൽ ആണ്. അല്ലെങ്കിൽ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ചോദിച്ചാലും ആൻസർ എന്താണ്? ലൗഡ്നെസ് ഓഫ് സൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും ഏത് തന്നെയാണ്? ഡെസിബൽ തന്നെയാണ്. ഒരു ഏകദേശം 85 ഡെസിബലിൽ കൂടിക്കഴിഞ്ഞാൽ ആ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഹസാഡസ് ആയിരിക്കും. നമ്മുടെ ഹിയറിങ്ങിനെ ബാധിക്കുന്നത് ഒരു റേഞ്ചാണ് ഏതെന്ന് പറയുന്നത് 85 ഡെസിബലിനെ കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹാം ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹിയറിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്ത്? ഈ ഒരു 85 ഡെസിബലിനെ കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ. അപ്പം അതുവരെ എന്ത് ചെയ്യാൻ ആവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ആവാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നോയിസ് മെഷർ ചെയ്യാൻ വേണ്ടി, സൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓം എന്ന് പറയുന്ന ഏതിൻ്റെ യൂണിറ്റാണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഓം എന്ന് പറയുന്നത്. അതേപോലെ ഹെഡ്സ് എന്ന് പറയുന്നതോ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്സ് എന്ന് പറയുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിലോ ലെങ്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. പക്ഷേ ഇതെന്താണ്? CGS സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ എന്താണ്? സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. ലെങ്തിൻ്റെ പക്ഷേ SI യൂണിറ്റ് മീറ്റർ ആണ്. കിലോമീറ്റർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ 1866 John Newlands, an English scientist, arranged the known elements in the order of law of octaves. It is known as Newlands. അപ്പം അതിൽ ഏതിൻ്റെ ഓർഡറിലാണ് ഇത് അറേഞ്ച്മെൻറ്റ് നടത്തിയേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അറേഞ്ച്മെൻറ്റ് നടത്തിയേക്കുന്ന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഏതാണ്? ഡിക്രീസിങ് അറ്റോമിക് മാസ് ആണോ? ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ ആണോ? ഇൻക്രീസിങ് അറ്റോമിക് മാസ് ആണോ? ഡിക്രീസിങ് അറ്റോമിക് നമ്പർ ആണോ? ഏതാ നോക്കിയേ. ഓക്കെ അല്ലേ? ഏതാണ്? നോക്കിയേ, നമ്പർ അല്ല, എപ്പോഴും എന്താണ്? ഇൻക്രീസിങ് അറ്റോമിക് മാസ് ആണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് വന്നേക്കുന്നത്. ഈ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത് ആരാണ്? ജോൺ അലക്സാണ്ടർ ഒക്ടേവ്സ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഒക്ടേവ്സ് ന്യൂലാൻഡ്. ഓക്കെ. ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ഒരു ലോ കൊണ്ടുവന്നത്. ഈ നിയമം അനുസരിച്ച് നമ്മൾ എലമെൻസിനെ അറേഞ്ച് ചെയ്താൽ ആദ്യത്തെ എലമെൻറ്റ് കഴിഞ്ഞ് ഏകദേശം 8ാമത്തെ എലമെൻറ്റ് ആവുമ്പോൾ ഈ 1ാമത്തെ എലമെൻറ്റും 8ാമത്തെ എലമെൻറ്റും തമ്മിൽ എന്തുണ്ട്? അവരുടെ പ്രോപ്പർട്ടീസിൽ നല്ല സാമ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഒക്ടേവ് എന്ന് പറയുന്നത്, ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇതെന്ന് പറയുന്നത് മ്യൂസിക്കൽ നോട്ട്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം സാ രി ഗ മ പ ധ നി സ, അത് നോട്ട് 7 ഉള്ളൂ, പക്ഷേ 8ാമത് വരുന്ന വീണ്ടും സായാണ്. ആദ്യത്തെ സായും രണ്ടാമത്തെ സായും തമ്മിൽ എന്തുണ്ട്? ആ ഒരു ചേർച്ചയുണ്ട്. അപ്പോഴത്തേക്കും അത് ഏകദേശം ഒരേ സൗണ്ട് അല്ലേ. അപ്പം ആ ഒരു ഇതിലുമായിട്ട് ആരെ കമ്പയർ ചെയ്തിട്ടുണ്ട്? ഈ ലോ ഓഫ് ഒക്ടേവ്സിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓർത്തിരിക്കുക. അതേപോലെ നമ്മൾ ഈ ഒരു വർഷം ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തപ്പം ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഹൈഡ്രജനാണ് ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എലമെൻറ്റ്, ആ ഒരു അറേഞ്ച് ചെയ്തതിൽ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? തോറിയം ആയിരുന്നു.
അപ്പം എലമെൻസിനെ എല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ അറേഞ്ച് ചെയ്യുന്നതിൽ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? തോറിയമാണ്. അതുപോലെ ഒരു എലമെൻറ്റ് കാൽഷ്യം, ഈ ഒരു കാൽഷ്യത്തിൽ വരെ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഈ ഒരു റെപ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ കാൽഷ്യം കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള എലമെൻസിലൊന്നും ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എട്ടാമത്തെ എലമെൻറ്റുമായിട്ട് ഒരു എന്ത് വരുന്നില്ല? സിമിലാരിറ്റി വരുന്നില്ല. അപ്പം ഏത് എലമെൻറ്റ് വരെയാണ് ഈ ഒരു നമുക്ക് എന്താണ് ഈ ഒരു റെപ്പറ്റീഷൻ കാണാൻ പറ്റുന്നത്? 1ഉം 8ഉം തമ്മിലൊരു സാമ്യം ഉണ്ടെന്ന് കാണാൻ പറ്റുന്നത് ഏത് എലമെൻറ്റ് വരെയാണ്? കാൽഷ്യം എന്ന് പറയുന്ന എലമെൻറ്റ് വരെ മാത്രമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിയമം കൊണ്ടുവന്നത് ആരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് ആണ്. അതുപോലെ എന്തെന്ന് വെച്ചാൽ ആദ്യത്തെയും എട്ടാമത്തെയും എലമെൻറ്റ് തമ്മിൽ എന്താണ്? ഒരു സാമ്യമുണ്ട്, പ്രോപ്പർട്ടീസ് തമ്മിൽ സാമ്യമുണ്ട്. അതുപോലെ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത് അവരുടെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ആദ്യത്തെ എലമെൻറ്റ് ആരാണ്? ഹൈഡ്രജൻ. ലാസ്റ്റ് എലമെൻറ്റ് ഏതാണ്? തോറിയം. അതുപോലെ ഏത് എലമെൻറ്റ് വരെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു റെപ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റുന്ന കാൽഷ്യം വരെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. അതേപോലെ ഇതിന് മ്യൂസിക്കൽ നോട്ട്സുമായിട്ട് എന്തുണ്ട്? ഒരു സാമ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ ലെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററും സെൻറ്റിമീറ്ററും കിലോമീറ്ററും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ SI യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മീറ്ററാണ്. കിലോമീറ്റർ അല്ല, മീറ്ററാണ് എന്തെന്ന് പറയുന്നത് എപ്പോഴും SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇത് CGS സിസ്റ്റത്തിലാണ് സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പം ആ ഒരു ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് കോമൺലി നോൺ ആസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. അത് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിന് പറയുന്നത്, ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? ഡ്രൈ. സിംപ്ലി ഓർത്തിരിക്കുക, ഡ്രൈ ഐസ് എന്നാണ് ആരെ പറയുന്നത്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ പറയുന്നത് ഡ്രൈ ഐസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When Mendeleev started his work, how many elements were known at that time? എത്ര എലമെൻറ്റ്സ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്? എത്ര എലമെൻറ്റ്സ് ആണ്? 36, 29, 63. എത്രയാണ്? ഓക്കെ, ആൻസർ 63 ആണ്. ഞാൻ നേരത്തെ ലോ ഓഫ് ഒക്ടേവ്സ് പറഞ്ഞില്ലായിരുന്നു? ലോ ഓഫ് ഒക്ടേവ്സ് ആ ഒരു ടൈമിൽ എത്ര എലമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 56 എലമെൻറ്റ്സ് ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എലമെൻസിൻ്റെ എണ്ണം എത്രയാണ്? 63 എലമെൻസിനെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം മെൻഡലീവാണ് ആദ്യമായിട്ട് ഈ ഒരു എലമെൻസിനെ എല്ലാം കറക്റ്റ് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അപ്പം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മെൻഡലീവിനെയാണ് എന്ത്? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ എത്ര എലമെൻസിനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ എത്ര എലമെൻസ് ആണ്? 63 എലമെൻസ് ആയിരുന്നു ആ ഒരു ടൈമിൽ അറേഞ്ച് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന എലമെൻസ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ, 63. ഈ ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ ന്യൂലാൻഡിൻ്റെ ടൈമിൽ എത്ര എലമെൻസ് ആയിരുന്നു? 56 എലമെൻസ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനി അതേപോലെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് നോക്കാം. ദാണ്ടെ ടേബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ? അതിൽ ഇതെന്താണ്? ഇത് ഹൊറിസോണ്ടൽ. എന്താണ് ഹൊറിസോണ്ടൽ റോസും, അതുപോലെ ഇതെന്താണ് താഴോട്ടുള്ളത്? വെർട്ടിക്കൽ കോളംസും ആണ്. ഈ ഹൊറിസോണ്ടൽ റോസിനെ എന്തെന്നാ? പീരീഡ്സ് എന്ന് പറയുന്നു. അതേപോലെ വെർട്ടിക്കൽ കോളത്തിനെ ഗ്രൂപ്പ് എന്നുമാണ് വിളിച്ചത്. അപ്പം മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ടൈമിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ല, അത് മോസ്ലിയുടെയാണ്. ഇത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ടൈമിൽ എത്ര പീരീഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 7 പീരീഡ്സും. ഗ്രൂപ്പ്സ് ചോദിച്ചാൽ 8 ഗ്രൂപ്പ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക. എത്ര എലമെൻറ്റ്സ് ആയിരുന്നു? 63 എലമെൻറ്റ്സ് ആയിരുന്നു. അതിൽ റോസും കോളംസും ആയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പീരീഡ്സും ഗ്രൂപ്പ്സും എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മെൻഡലീവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്.
അതുപോലെ ഈ ഒരു പീരിയോഡിക് ടേബിൾ റിലീസ് ചെയ്ത അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നത് എന്നാണ് 1869 എന്ത് ചെയ്തത്, പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. അതേപോലെ മെൻ്റലീവ് ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു. എന്താണ്, ഈ ഒരു ടേബിളിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും എങ്ങാനും എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വരാൻ പോണവരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ആര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെൻ്റലീവ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്, സ്കാൻഡിയം, അതേപോലെ ഗാലിയം, പിന്നെ ഏതാണ് ജെർമേനിയം. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ 3 എലമെൻറ്റ്സ് പിന്നെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഇവരെ പറ്റി മെൻ്റലീവ് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ പ്രോപ്പർട്ടീസിനെയൊക്കെ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മെൻ്റലീവ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നോക്കിയേ. If both the mass and velocity of a body is increased to the twice of their magnitude, the kinetic energy will increase by. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഹാഫ് mv² ആണ് എന്തെന്ന് പറയുന്നത്, മാസ് വെലോസിറ്റി v. ഇത് മാസ്, ഇത് വെലോസിറ്റി. ഹാഫ് mv² ആണ് എന്തെന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ബോത്ത് മാസും വെലോസിറ്റിയും ഡബിൾ ചെയ്തെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാസിനെ ഡബിൾ ചെയ്താൽ 2m ആവും, വെലോസിറ്റീനെ ഡബിൾ ചെയ്താൽ 2v ആവും. ഇത് ഹോൾ സ്ക്വയർ വരും. ഇത് നമ്മൾ പുറത്തെടുക്കുമ്പോൾ എങ്ങനെയാവും, 2m ഇൻറ്റു ഇത് 2⁴v² എന്ന് വരും. ഹാഫ് 8mv² എന്ന് വരുമോ, അല്ലെങ്കിൽ നമുക്ക് 8 ഇൻറ്റു ഹാഫ് mv² എന്ന് വരുമോ. ഓക്കെ, നോർമലി ഇക്വേഷൻ എന്താണ്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. ഇപ്പം എന്തായി, 8 ടൈംസ് ഹാഫ് mv² ആയി. എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ് ആവുന്നത്, ഓർത്തിരിക്കുക, 8 ടൈംസ് ആണ് ആവുന്നത്. മാസും വെലോസിറ്റിയും ഡബിൾ ചെയ്താൽ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, 8 ടൈംസ് ആയിട്ട് കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നോക്കേ, ഡൈനാമോ കൺവേർട്സ് ഏതാണ്, ഈ ഓപ്ഷനിൽ ഏതാണ്, മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി ടു മാഗ്നറ്റിക് എനർജി, ഓർ നൺ ഓഫ് ദീസ്. ഡൈനാമോയുടെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ. എന്താണ്, മെക്കാനിക്കൽ എനർജീനെ എന്താക്കി മാറ്റുവാണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ് ഡൈനാമോയുടെ കേസിൽ. ഡൈനാമോയുടെ കേസിൽ എന്താണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ്. ഇനി ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിലാണെങ്കിലോ, ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ് നമ്മൾ ഡൈനാമോയിൽ. ഏതാണ്, ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിലാണെങ്കിലോ, ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ് ഓർത്ത് നോക്കിയേ, എങ്ങനെയാണ് എപ്പോഴും ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റുവാണ്, മെക്കാനിക്കൽ എനർജി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് മോട്ടർ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റുവാണ്, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ലിൻ്റെ കേസിൽ എങ്ങനെയാണ്, അതിൽ കെമിക്കൽ എനർജിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ കെമിക്കൽ എനർജീനെ എന്താക്കി മാറ്റുവാണ്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ് ബാറ്ററിയുടെ കേസിൽ. അതുപോലെ അപ്പോൾ ഡൈനാമോ ഓർത്തിരിക്കുക, ഡൈനാമോ എന്താണ്, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കും. ഇലക്ട്രിക് മോട്ടർ ആണെങ്കിലോ ഇലക്ട്രിക് എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുവാണ്. ബാറ്ററിയുടെ കേസിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുവാണ്. ഇനി മൈക്രോഫോണിൻ്റെ കേസിൽ എങ്ങനെയാണ്, മൈക്രോഫോണിൽ നിങ്ങൾക്കറിയാം സൗണ്ട്. അപ്പം ഈ ഒരു സൗണ്ട് എനർജീനെ എന്താക്കി മാറ്റുവാണ്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുവാണ് ഏത് കേസിൽ, മൈക്രോഫോണിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, ഇതുമായിട്ട് കണക്റ്റഡുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതും നന്നായിട്ട് പഠിക്കുക. അപ്പം എല്ലാവരും മാക്സിമം ടൈം എല്ലാം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.